ഇവിടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളോട് കൂടുതൽ പണിയെടുക്കണ്ടെന്നാണ് നമ്മുടെ സംവിധാനം പറയുന്നത്, അല്ലേ? പണിയെടുക്കണ്ടെന്നല്ല, വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പണിയേ എടുക്കണ്ട, പണിയെടുക്കാതിരിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് വിദ്യാഭ്യാസം. 35 വയസ്സ് വരെ 35-37 വയസ്സ് വരെ നീ അങ്ങനെ ജോലി എടുത്താൽ അപ്പം നീ പ്രൊഫഷണലി മിടുക്കനാകും. അപ്പം നീ വാച്ച് നോക്കാതിരുന്നാൽ പിന്നീടുള്ള കാലത്ത് നിന്റെ ലൈഫ് സെറ്റിലായിരിക്കും. അടുത്ത 10 വർഷം നീ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് നിനക്ക് എക്സ്പീരിയൻസും നോളജും ആ ഫീൽഡിൽ നീ മിടുക്കനുമായാൽ യു വിൽ ബി എ സക്സസ്ഫുൾ പേഴ്സൺ. മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇതിന് യാതൊരു ഡിമാൻഡും ഇല്ല. എനിക്ക് തോന്നുന്നത് ഇനിയും കുറച്ച് കഴിയുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറെ കിട്ടാതെ ഇല്ലാതാണ്. മെക്കാനിക്കൽ എഞ്ചിനീയർ ഇല്ലാതെ ജീവിതമുണ്ടോ? ഇല്ല. സിവിൽ എഞ്ചിനീയർ ഇല്ലാതെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? എന്തൊക്കെ മെഷീനറി വന്നിട്ടും എന്തൊക്കെ വന്നാലും ഇതിനൊരു പ്ലാൻ വേണം. ഇതിന് പ്ലാൻ പോരല്ലോ. ഇതിനകത്തുണ്ടാകുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ മനസ്സിലാക്കാനും അത് പഠിക്കാനും ഇമ്പ്രൂവ് ചെയ്യാനും പറ്റാത്ത ഒരുത്തൻ 23 വയസ്സിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ചിലപ്പോൾ 35 വയസ്സിൽ അവൻ ഔട്ടായി പോകും. അപ്ഡേറ്റ് ചെയ്തില്ല. മാർച്ച് കഴിഞ്ഞു, പരീക്ഷാകാലം കഴിഞ്ഞു. +2 കഴിഞ്ഞ പേരൻസിൻ്റെ എല്ലാം ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉഷ്ണകാലം തുടങ്ങി എന്ന് പറയാം. പരീക്ഷ കഴിഞ്ഞ മക്കളുടെ പരീക്ഷാ ഫലം എന്തായി, അവരെ എവിടെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം, ഇത്തരത്തിലുള്ള ആശങ്കകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഈ ആശങ്കകളൊക്കെ ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യാൻ ഇവിടെ വന്നിട്ടുള്ളത് വിസാറ്റിൻ്റെ ചെയർമാനും ആഗോള വ്യവസായിയും ബിസിനസ് പ്രമുഖനുമായ ശ്രീ രാജു കുര്യനാണ്. രാജ, നമസ്കാരം. താങ്ക് യു ഫോർ ഹാവിങ് മീ. +2 കഴിഞ്ഞ് ഇനി എന്ത്? അതിൻ്റെ ഒരു ഉത്തരമാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത്. +2 എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുട്ടിയുടെ, നമ്മളെല്ലാം പേരൻസാണ്, എൻ്റെ മക്കളൊക്കെ പഠിച്ചു കഴിയുന്നു. അപ്പം കുട്ടികളുടെ ജീവിതത്തിൽ അവർക്ക് വളരെ നിർണായകമായ ഒരു പ്രൊഫഷണൽ പഠിത്തത്തിലേക്കും പ്രൊഫഷണൽ എഡ്യൂക്കേഷനിലേക്ക് കയറുകയും ആ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ്റെ ബേസിൽ അവരുടെ കരിയറും അവരുടെ ജീവിതവും ഒക്കെ കെട്ടിപ്പടുത്തേണ്ട ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പം ആ കുട്ടിയുടെ ടാലൻസ് എന്താണ്, അവൻ്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ്, എങ്ങോട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ആ കുട്ടിക്കുള്ളത് എന്ന് നോക്കിയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ പറഞ്ഞതുപോലെ പേരൻസിൻ്റെ വറീസും അവർക്ക് ചിലപ്പം ഇപ്പം സെക്കൻഡറി സ്കൂൾ ലിവിങ് നമുക്ക് SSLC എന്ന് പണ്ട് പറയുന്ന, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് നമ്മൾ 11th ഏത് സബ്ജക്റ്റ് എടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അന്നുള്ള ചിലപ്പോൾ ഒരു മച്യൂരിറ്റി ആയിരിക്കില്ല 2 വർഷം കഴിയുമ്പോൾ ഉണ്ടാകും. അപ്പോൾ അന്നത്തെ അവരുടെ തീരുമാനം ചിലപ്പം തെറ്റായിരിക്കാം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എഡ്യൂക്കേഷനിൽ ഇത് തിരുത്താനൊരു സംവിധാനം ഇല്ല. അതായത് സയൻസ് ഗ്രൂപ്പ് എടുത്ത് വന്ന ഒരു കുട്ടിക്ക് പിന്നെ കൊമേഴ്സിലേക്ക് പോകണമെങ്കിൽ, വെളിയിലാണെങ്കിൽ അതിന് അവർക്ക് 1 വർഷം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സബ്ജക്റ്റ് ചേഞ്ച് ചെയ്തിട്ട് പിറ്റേ വർഷം കണ്ടിന്യൂ ചെയ്യാം. ചിലപ്പോൾ തീരുമാനങ്ങൾ മാറും. എൻ്റെ 2 മക്കളും മാറ്റി, അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു സബ്ജക്റ്റ് എഴുതിയാൽ മതി. അവർക്ക് ഇപ്പം മാത്സും പിന്നെ ബയോളജിയും അല്ല ഫിസിക്സും പഠിച്ചിട്ടില്ലെങ്കിൽ ആ 3 സബ്ജക്റ്റ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എഞ്ചിനീയറിങ്ങോ അല്ല സയൻസ് പിന്നെ MBBS അല്ല അങ്ങനെയുള്ള അവർക്ക് ഇഷ്ടമുള്ള സ്ട്രീമിലേക്ക് പോകാം. അത് നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ സോളിഡ് ആയിരിക്കണം. ഈ +2 കഴിഞ്ഞിട്ട് അന്നേരത്തേക്കും നമുക്കൊരു ഉപ്പും പതിരും ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സംഗതിയിലെത്തും. അപ്പം ഇല്ല, അങ്ങനെയില്ല. നമുക്ക് ഓപ്റ്റ് ചെയ്യാം. നമുക്കത് നമ്മുടെ ഒരു ധൈര്യമാണ്, ഞാനിതെടുത്തിട്ട് അങ്ങ് പഠിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് ഡിഗ്രി കോഴ്സുകൾക്ക് പോകാമായിരുന്നു. പക്ഷേ എഞ്ചിനീയറിംഗിലേക്ക് പോകണമെങ്കിൽ നമുക്ക് മാത്സും ഫിസിക്സും വേണമെന്ന് പറയും. ഈ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ നമുക്ക് പേരൻസിന് കുട്ടികളെ ഗൈഡ് ചെയ്യാൻ നമ്മൾ ഏബിൾ ആണോ? ഞാനതാ പറഞ്ഞു തുടങ്ങിയ കാര്യം. ഇവര് 10ാം ക്ലാസ്സിൽ എടുത്ത തീരുമാനമാണ് 11ൽ ഞാൻ സയൻസ് സ്ട്രീം എടുക്കുന്നു, ഓക്കെ, അല്ലെങ്കിൽ ഞാൻ കൊമേഴ്സ് സ്ട്രീം എടുക്കുന്നു, അല്ലേ? പേരൻസോ സ്റ്റുഡൻസോ ആരും ആകാം, മനസ്സിലല്ലേ? അത് 12th 2 വർഷം പഠിച്ചു കഴിയുമ്പോൾ ചിലപ്പം ഇവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് മൊത്തം, അല്ല അവൻ്റെ ഒരു ഇൻട്രസ്റ്റ് വേണേൽ മൊത്തം മാറാം. അപ്പോൾ അവനത് മാറിപ്പോകാനായിട്ടുള്ള ഗൈഡ് ചെയ്യാനുള്ള സംവിധാനം നമുക്കില്ല, മനസ്സിലായി? ഇല്ല, സംവിധാനം ഇല്ല. അത് ഒന്ന്. അപ്പം പിന്നീട് എടുക്കുന്ന തീരുമാനം വളരെ കറക്റ്റ് ആയിരിക്കണം. അതായത് ഞാൻ ഒരു എൻജിനീയറിങ്ങിന് പോകണോ
അല്ലെങ്കിൽ ഞാൻ മെഡിക്കൽ റിലേറ്റഡ് കാര്യങ്ങൾക്ക് പോകണോ, അതിൽ ഞാനൊരു BBA ചെയ്യണോ, ഒരു BCA ചെയ്യണോ, അതല്ലെങ്കിൽ ഞാൻ ഏത് തരത്തിലുള്ള കോഴ്സുകളാണ് എടുക്കേണ്ടത് എന്നുള്ളത്. നമുക്ക് ലോകത്ത് പറയുന്നത് 10, 12,000, 13,000 കോഴ്സുകൾ ഡിഗ്രിക്കുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു 1000-ൽ താഴെ കാണത്തുള്ളൂ. നമുക്ക് അത്ര ചോയ്സുകൾ കുറവാണ്. നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടില്ല. നമ്മൾ ഇപ്പം നമുക്കിവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ആണെങ്കിലും ഒക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇന്ത്യക്കകത്ത് ഓപ്ഷൻസ് കുറവാണ്. കുറവാണ്. ഓപ്ഷൻസ് കൂടുതലാണ്. ഇല്ല, കുറവാണ്, ഇപ്പോഴും കുറവാണ്. ഇൻ്റർനാഷണൽ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളതും നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, കാരണം ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുള്ള രാജ്യങ്ങളിൽ അത് ഇൻഡിപെൻഡൻറ്റ് യൂണിവേഴ്സിറ്റി നമ്മളിപ്പം അങ്ങനെ ആക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ 2030 പ്രോഗ്രാം അനുസരിച്ച്, സെൻട്രൽ ഗവൺമെൻറ് പ്രോഗ്രാം അനുസരിച്ച് നാഷണൽ എഡ്യൂക്കേഷൻ പ്ലാൻ NEP എന്ന് പറയും. ആ നാഷണൽ എഡ്യൂക്കേഷൻ പ്ലാൻ അനുസരിച്ച് എല്ലാ കോളേജുകളും ഇൻഡിപെൻഡൻറ്റ് യൂണിവേഴ്സിറ്റികളാകണമെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ, സെൻട്രൽ ഗവൺമെൻറ് പ്ലാൻ. അതായത് ഡീംഡ് യൂണിവേഴ്സിറ്റി. ഡീംഡ് എന്ന് പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഇൻഡിപെൻഡൻറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നാണ്. ഈ ഡീംഡ് എന്ന് പറയുന്നതൊക്കെ നമ്മളെന്തോ ഒപ്പിച്ച് വെച്ചൊരു പരിപാടിയാണ്. ഇൻഡിപെൻഡൻറ്റ് യൂണിവേഴ്സിറ്റി ആകുമ്പോൾ എന്താണ്, നമുക്ക് കോഴ്സുകൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ കോഴ്സുകൾ ഡിഫൈൻ ചെയ്യുമ്പോഴേ നമുക്ക് ലോകത്തിനനുസരിച്ച്, ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ BCom പഠിക്കുന്നുണ്ട്. ഈ BComനകത്ത് അടുത്ത കാലത്താണ് BCom കമ്പ്യൂട്ടർ, BCom ACC അങ്ങനെയൊക്കെ വരുന്നുണ്ട്. എന്നാലും സ്പെഷ്യലൈസേഷൻ ഇല്ല. വേണേൽ BCom പഠിപ്പിക്കുന്ന ഒരുത്തന് BCom ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മാത്രം എടുക്കാം. അതായത് ഇൻഡിവിജ്വൽ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ആ കോളേജിന് കൊടുക്കാൻ പറ്റും, തീരുമാനം എടുക്കാം, കോഴ്സ് ഇഷ്യൂ ചെയ്യാം, അങ്ങനെ ചെയ്യാം. സിലബസ് ഫിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചുമ്മാ പറഞ്ഞ ഒരു സബ്ജക്റ്റാണ്. ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭീകരമായ ഒരു ഇൻഡസ്ട്രിയാണ്, അല്ലേ? ഓൾ ഇന്ത്യയിൽ അല്ലെ ഓൾ കേരളയിലും നോക്കിയാൽ പോലും വലിയൊരു ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. ഹോസ്പിറ്റൽ, ക്ലിനിക്ക്, ഫാർമസി, ലബോറട്ടറി, ഇതൊക്കെ വരുന്ന ഇത്. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് നമ്മൾ ഇൻഡിവിജ്വൽ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഈ കരിക്കുലത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റും, അല്ലേ? ഇപ്പം നമ്മുടെ KTU അല്ല MG യൂണിവേഴ്സിറ്റി അല്ല കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടിരിക്കുന്ന ആ കരിക്കുലം നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് ഒരു സിലബസ് ഉണ്ടാക്കാൻ പറ്റും. ഒരു സിലബസ് ഇപ്പം BCom എന്ന് പറയണമെന്നില്ല, അല്ലെങ്കിൽ അതിന് വേറെ പേര് പറയാം, എന്ത് പറഞ്ഞാലും നമുക്ക് കോഴ്സുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ പരമ്പരാഗതമായ വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റാൻ പറ്റും. കാരണം അതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഒരു കരിക്കുലം 5 വർഷം മുമ്പായിരിക്കും ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ 5 വർഷം മുമ്പ് ഫിക്സ് ചെയ്ത കരിക്കുലം അടുത്ത 15 വർഷം കഴിഞ്ഞായിരിക്കും മാറ്റുന്നത്. ഈ 15 വർഷം അതും നടക്കുന്നില്ല. ഈ സതീശ, ഈ 15 വർഷത്തിനിടയ്ക്ക് ലോകത്ത് നടന്നിട്ടുള്ള മാറ്റങ്ങളൊന്നും പഠിപ്പിക്കാൻ കഴിയാതെ കോളേജുകളും യൂണിവേഴ്സിറ്റികളും വീർപ്പുമുട്ടുക. കാരണം ഈ കരിക്കുലം ഫോളോ ചെയ്യണം. അതായത് ഒരു കാര്യം പറഞ്ഞാൽ ആ കരിക്കുലം ഫോളോ ചെയ്ത് പുറത്തിറങ്ങുന്ന ആള് ഒരു പക്ഷേ നാളെ അത് റിലേറ്റഡ് ആയിട്ടൊരു തൊഴിലോ അത് റിലേറ്റഡ് ആയിട്ടൊരു വ്യവസായമോ ചെയ്ത് ജീവിക്കാൻ കേപ്പബിൾ അല്ലാത്ത ആളായിട്ട് പുറത്തു വരും. അല്ല, നമ്മളെല്ലാവരുമാണ്. ഇപ്പം ഞാൻ മാസ്റ്റർ ഇൻ കൊമേഴ്സ് MCom എന്ന് പറയുന്ന സബ്ജക്റ്റ് 1990 പഠിച്ചിട്ട് ഞാൻ ഇറങ്ങിക്കഴിയുമ്പം എന്നെ സംബന്ധിച്ച് ഒരു ഡേറ്റ എൻട്രി ഇടുന്നത് എങ്ങനെയാണ്, ഡെബിറ്റും ക്രെഡിറ്റും നോക്കി ഒരു വൗച്ചറോ അല്ലെ നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു സാധനം മേടിച്ചതിൻ്റെ ഒരു ഇൻവോയ്സ് കിട്ടിയാൽ അത് എങ്ങനെയാണ് സിസ്റ്റത്തിൽ എൻട്രി ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, അറിയില്ല. പിന്നെ ഞാൻ പ്രാക്ടിക്കലി അത് പോയി ചെയ്ത് പഠിക്കുകയാണ്. ബേസിക് അറിയാം, ബേസിക് സംവാട്ട് സ്ട്രോങ് ആണ്. കാരണം അത് ഇൻ്റർനാഷണലി ഉണ്ടാക്കി വെച്ച ഡെബിറ്റും ക്രെഡിറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളുണ്ട്, പഠിച്ചതുണ്ട്, കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളെ സപ്പോർട്ടിങ് ആണ്. നമ്മൾ MCom പഠിച്ചോ BTech പഠിച്ചോ ഒരാൾക്ക് ബേസിക്കുണ്ട്. പക്ഷെ പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് ഇതിനെ ലിങ്ക് ചെയ്ത് വരുമ്പം പഠിച്ചു വരുന്ന ഒരാൾക്ക് നമ്മൾ ബൈഹാർട്ടായി പഠിക്കുന്നതോ അത് പഠിത്തമല്ല ശരിക്കും പറഞ്ഞത്, അത് പഠിപ്പിക്കുകയാണ്. നമ്മൾ ശരിക്കും പഠിക്കുകയാണ് ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഈ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് രണ്ടാണ്. ഇപ്പം നമ്മൾ ഇവിടെ കേട്ടിട്ടുണ്ട് IB സിലബസ്, അല്ലേ? IB സിലബസ് IC തൊട്ട് കുറച്ച് ഭേദമാണ്. IB സിലബസിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ പഠിക്കും. കാരണം അവർക്ക് അസൈൻമെൻറ്റ്സ് ഉണ്ട്, essays ഉണ്ട്. അപ്പോൾ ഇവരിത് എഴുതണമെങ്കിൽ അത് പഠിക്കണം. ആ സബ്ജക്റ്റ് അവരായിട്ട് പഠിക്കണം, പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല. അവർ വായനയിലൂടെയും റെഫറൻസിലൂടെയും പഠിക്കണം. ഇപ്പം നമ്മൾ എൻജിനീയറിങ്ങിന് പഠിക്കുന്ന എൻ്റെ മോന് പഠിക്കുന്ന ഇടത്ത് അവരെല്ലാ ദിവസവും നമ്മളെപ്പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് എന്ന് പറയുന്നൊരു സംവിധാനമേ ഇല്ല. അസൈൻമെൻറ്റ്സ് കൊടുക്കും, ഇവർ തന്നെ ചെയ്യണം.
തന്നെ ചെയ്തിട്ട് അവർ അപ്ലോഡ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. മനസ്സിലാക്കി പഠിക്കാതെ അവർക്ക് ചെയ്യാനേ പറ്റില്ല. നമ്മുടെ അവസ്ഥ അതല്ല. മിനിമം മാർക്കിന് വേണ്ടി നമ്മൾ ഇത് ബൈഹാർട്ടാക്കിയിട്ട് പോയി എഴുതി പോകുന്ന ഒരു സിലബസ്, പരീക്ഷ ജയിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ആ എഡ്യൂക്കേഷൻ സംവിധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം അവിടെ നിന്നുകൊണ്ട് വേണം നമ്മൾ. പുറത്തൊക്കെ ഈ ഇൻഡിവിജ്വൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ടോ? എല്ലാം നമ്മൾ പറയുന്ന ഇതെല്ലാം പുറത്തു പോയി നമ്മുടെ ഇവിടെ നിന്നുള്ള ആളുകളൊക്കെ. അതുകൊണ്ടല്ല, നമ്മുടെ ആൾക്കാർ പോകുന്നതിൻ്റെ കാര്യം മിക്കവാറും ഒക്കെ എല്ലാവർക്കും ഈ നാട്ടിൽ നിന്ന് പോയി പറ്റാനുള്ള ഒരാഗ്രഹത്തിന്റെ പോവുക എന്നുള്ളതാണ്. പക്ഷെ അതിനെ ഞാൻ വളരെ ഇപ്പം വളരെ വളരെ ഒരു എൻകറേജ് ചെയ്യുന്ന ഒരാളല്ല. വ്യക്തിപരമായിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വിട്ടാലും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹക്കാരനാണ് കാരണം ഇവിടെ നമുക്കിവിടെ ജീവിച്ചു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് വിശ്വസിക്കുന്ന, അങ്ങനെ വളരെ ഇന്ത്യനായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ വെളിയിൽ പോകുന്ന, എല്ലാ രാജ്യത്തും പോകുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നയാളാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസ മേഖലയിൽ കാലോചിതമായി വരുത്തേണ്ട മാറ്റങ്ങളും കുട്ടികളിലുണ്ടാക്കേണ്ട മാറ്റങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ കുറവാണ്, വളരെ വലിയൊരു ന്യൂനതയാണ്. ജീവിതം വിദ്യാഭ്യാസവുമായിട്ട് കണക്റ്റഡാണ്. നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ് എല്ലാവരും വിദ്യാഭ്യാസത്തിന് പോകുന്നത്, അല്ലേ? അതെ. നമ്മൾ ഇവിടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളോട് നീ കൂടുതൽ പണിയെടുക്കണ്ടെന്നാണ് നമ്മുടെ സംവിധാനം പറയുന്നത്, അല്ലേ? പണിയെടുക്കണ്ടെന്നല്ല, വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പണിയെടുക്കാതിരിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് വിദ്യാഭ്യാസം. 3.5 വയസ്സ് തൊട്ട് ഒരു വ്യക്തി പഠിച്ച് അവൻ 22-23 വയസ്സായി 10-25 വയസ്സാകുമ്പോൾ അവന് ജോലിക്ക് കയറിയ അവനോട് പറയുവാണ്, നീ ഇതിൽ കൂടുതൽ പണി എടുക്കരുത്, 8 മണിക്കൂറാണ് നിൻ്റെ പണി. അത് ലോകത്തുള്ളതിൽ ഏറ്റവും വലിയ ഫൂളിഷ്നെസ്സാണ്. കാരണം നീ നിൻ്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി നീ 20 വർഷം പഠിച്ചിട്ട് വന്നിട്ട് അത് നീ പ്രായോഗികമായിട്ട് പ്രയോഗിക്കാതെ അത് നിൻ്റെ മനസ്സിൽ വെച്ചിട്ട് എന്താ കാര്യമുള്ളത്? അത് നീ അഗ്രസീവായിട്ട് വർക്ക് ചെയ്ത് 35 വയസ്സ് വരെ 35-37 വയസ്സ് വരെ നീ അങ്ങനെ ജോലി എടുത്താൽ അപ്പം നീ പ്രൊഫഷണലി മിടുക്കനാകും. അപ്പം നീ വാച്ച് നോക്കാതിരുന്നാൽ പിന്നീടുള്ള കാലത്ത് നിൻ്റെ ലൈഫ് സെറ്റിലായിരിക്കും. നീ അടുത്ത 10 വർഷം 20 വർഷം നീ പഠിച്ചെങ്കിൽ അടുത്ത 10 വർഷം നീ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് നിനക്ക് എക്സ്പീരിയൻസും നോളജും ആ ഫീൽഡിൽ നീ മിടുക്കനുമായാൽ യു വിൽ ബി എ സക്സസ്ഫുൾ പേഴ്സൺ. ഇവിടെ നീ 8 മണിക്കൂർ ജോലി ചെയ്യണം, 8 മണി കഴിഞ്ഞ് സർക്കാർ ഓഫീസിൽ ഇരുന്ന് നീ എന്നാ അവിടെ ഇരിക്കുന്നത്, നിനക്ക് എന്നാ പോകാറായില്ലെന്ന് ചോദിക്കുന്ന രീതിയിലുള്ള സംസ്കാരം ഉണ്ടാക്കി വെച്ചാൽ AI ഇപ്പോൾ കഴിഞ്ഞ ദിവസം മനോഹരമായ ഇപ്പം ജെൻസിയെ പറ്റി ഉള്ളൊരു കാര്യം പറഞ്ഞു. അവർ ജനിച്ചപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഫ്ലഡിങ് ആയി. അവർ പഠിക്കാൻ തുടങ്ങിയപ്പോൾ കോവിഡ് വന്നു, കോളേജിൽ പോകാൻ പറ്റിയില്ല. അവർ ജോലി എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് AI കുഴപ്പമായി. അവർ ജോലി കഴിഞ്ഞ് ജോലിയുടെ മറ്റൊരു തലത്തിലേക്ക് തുടങ്ങാൻ യുദ്ധമായി. പറഞ്ഞൊരു രസകരമായ ഒരു കമൻറ്റ് പറഞ്ഞു. പക്ഷേ ആ കമൻറ്റ് അവിടെ നിൽക്കട്ടെ. അതായത് നമ്മുടെ യന്ത്രവൽകൃത ലോകത്തേക്ക് കടന്നു വന്ന് AI വരെ എത്തി നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പരമ്പരാഗത തൊഴിലുകളിൽ 65% മുൻപ് പറഞ്ഞിരുന്നു, ഇപ്പോൾ അത് 80% തൊഴിലും സാധ്യതകളും നഷ്ടപ്പെട്ടു പോവുകയാണ്. പുതിയ സാധ്യതകൾ തെളിഞ്ഞുകൊണ്ടേയിരിക്കുക. ഇനി ഡിഗ്രിക്കോ ബിടെക്കിനോ മറ്റെന്തെങ്കിലും കോഴ്സിനോ ജോയിൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അടുത്ത 10 വർഷം കഴിഞ്ഞ് അവരുടെ സാധ്യത ഇന്ന് കാണുന്നതൊന്നും ആയിരിക്കില്ല. ഇന്ന് പ്രതീക്ഷിക്കുന്ന പലതും പഠിപ്പിച്ചാൽ ഒരുപക്ഷെ അവർക്ക് ഗുണകരമാകണമെന്നില്ല. അവരെ അപ്പോൾ എന്ത് പഠിപ്പിക്കാം, അവർക്ക് എന്ത് ചൂസ് ചെയ്യാം? ഇതൊരു വലിയ ക്രൈസിസ് അല്ലേ? ഇതിനെ എങ്ങനെ നേരിടാം? ഇതിനകത്ത് ഇതൊരു AI എന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങൾ ലോകത്തെ മാധ്യമങ്ങൾ ഇപ്പോൾ ഫിനാൻഷ്യൽ ടൈംസ് ഉൾപ്പെടെ വായിക്കുന്ന ആളാണ് ഞാൻ എല്ലാ ദിവസവും. ഒരാഴ്ചയിൽ അല്ല ഒരു 15 ഡേയ്സിൽ ഒരു വേളയെങ്കിലും അതിനകത്തൊരു ഇത് വരും, AI ബബിളെന്ന് ഒരു വാക്ക് പറയും. ഈ കമ്പനികളുടെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വെച്ചിട്ട് AI ബബിൾ എന്നുള്ളത്. AI ഒരു റിയാലിറ്റിയാണ്. അത് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഒത്തിരി കാലമായിട്ട് അനുഭവിച്ചു വരുന്ന, നമുക്ക് പറയാൻ വേണമെങ്കിൽ ഒരു സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് തെളിയുന്നു, അല്ല AC ഓണാക്കുന്നു
ഇത് തൊട്ട് AI തുടക്കമാണ്. അതെ 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 മനസ്സിലല്ലേ? സ്വിച്ച് ഇട്ടാലൊരു കാര്യം നടക്കണമെങ്കിൽ അവിടെ ഒരു സംഗതി നടന്നു. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ തൊട്ടുള്ള സംഗതികളിലെല്ലാം ഈ ആപ്ലിക്കേഷൻസിൻ്റെ തുടക്കങ്ങളാണ്. മനസ്സിലല്ലേ? ഇതെല്ലാം വന്നതുകൊണ്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വേണ്ട ഒരു കാര്യങ്ങളെ നമുക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യാനും പറ്റില്ല. ഇപ്പം നമുക്ക് പഴം കഴിക്കണമെങ്കിൽ പഴം ഉണ്ടാക്കണമല്ലോ, വേണ്ടേ? ഒരു പഴം കഴിക്കണമെങ്കിൽ പഴം ഉണ്ടാക്കണം. ബീഫ് കഴിക്കണമെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി ഉണ്ടാകണം, വേണ്ടേ? എന്ത് അരി കഴിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ഇൻഡസ്ട്രി ഉണ്ടാകണം. അപ്പോൾ ഇതിനെ ഒന്നും ഞാൻ എൻ്റെ മക്കളോട് പണ്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഇത് നിങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഈ തലാപത്തിൽ ഓർഡർ ചെയ്താൽ ഇത് കൊണ്ടുതരുന്ന അവനാണ് ഇതെല്ലാം ഉണ്ടാക്കി കൊണ്ടുതരുന്നെന്ന് വിചാരിക്കരുത്. സ്വിഗ്ഗിയുടെ ഡെലിവറി ബോയ് ആണ് അതാണ് വിചാരിക്കല്ലേ. ഇതിൻ്റെ പിന്നിലുള്ള ഒരു സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ കണ്ടം ഉഴുത് അല്ലെങ്കിൽ ട്രാക്ടർ ഉപയോഗിച്ച് അത് ഫാം പ്രിപ്പയർ ചെയ്ത് അവിടെ വേണ്ട മരുന്ന് ഉണ്ടാക്കുന്നവനും അതിന് ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നവനും തൊട്ട് അത് കൊയ്ത് അല്ലെങ്കിൽ അത് കളക്ട് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് മൾട്ടിപ്പിൾ കൈകളിലൂടെ പോയിട്ട് അത് ബ്രസീലിലുണ്ടാക്കുന്നതോ ഇന്ത്യയിലുണ്ടാക്കുന്നതോ മിഡിൽ ഈസ്റ്റിലോ അല്ലെ അമേരിക്കയിലോ ചെല്ലുമ്പം ബ്രിട്ടനിലോ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ അതൊരു ബർഗറായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രെഡായിട്ടോ ചെല്ലുമ്പം ഈ പ്രോസസ്സിനകത്ത് AI വന്നാൽ ഇതിൻ്റെ ഫെസിലിറ്റേഷൻ കുറെ കൂടെ സ്മൂത്തനാക്കാൻ പറ്റുമെന്നല്ലാതെ ഇതൊന്നും ഇല്ലാതാവത്തില്ല, ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പം കുറച്ചുകൂടെ പോളിഷ്ഡും അപ്ഡേറ്റഡും ആയാൽ മതി എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. നമ്മൾ കാലത്തിനനുസരിച്ച് ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പഠിക്കുന്ന ഒരു ബ്രാഞ്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇതിന് യാതൊരു ഡിമാൻഡും ഇല്ല. എനിക്ക് തോന്നുന്നത് ഇനിയും കുറച്ച് കഴിയുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറെ കിട്ടാതെ ഇല്ലാതാകും. മെക്കാനിക്കൽ എഞ്ചിനീയർ ഇല്ലാതെ ജീവിതമുണ്ടോ? ഇല്ല. മെക്കാനിക്കൽ ഇല്ലാതെ, മെക്കാനിസം ഇല്ലാതെ ഒരു സംവിധാനവും ഇല്ല. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഇലക്ട്രോണിക്സിനും മെക്കാനിസം ഉണ്ട്, ഇലക്ട്രിക്കലിനും മെക്കാനിസം ഉണ്ട്. ലൈഫിൽ എല്ലാ കാര്യത്തിനും മെക്കാനിക്കൽ വേണം. മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്നത് മാറ്റാൻ പറ്റുമോ? സിവിൽ എഞ്ചിനീയർ ഇല്ലാതെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? എന്തൊക്കെ മെഷീനറി വന്നിട്ടും എന്തൊക്കെ AI വന്നാലും ഇതിനൊരു പ്ലാൻ വേണം. ഇതിന് പ്ലാൻ പോരല്ലോ, ഇതിന് എക്സിക്യൂഷൻ വേണ്ടേ, ഇതിന് മെറ്റീരിയൽ വേണ്ടേ, അതിൻ്റെ സ്പെക്സ് ഇല്ലേ, അതിൻ്റെ കാര്യങ്ങളില്ലേ, അതിന് കൺട്രോളില്ലേ, ക്വാളിറ്റി ഇല്ലേ, സേഫ്റ്റി എല്ലാം വേണം. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇല്ലാതെ, AI വന്നെന്നും പറഞ്ഞുകൊണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇല്ലാതെ ഈ ലോകത്ത് പവർ ജനറേഷൻ തൊട്ട് ഡിസ്ട്രിബ്യൂഷൻ തൊട്ട് ഈ കത്തി കിടക്കുന്ന ഒരു ലൈറ്റ് വരെ ഉള്ള കാര്യങ്ങളുടെ എല്ലാ സംവിധാനത്തിനും ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വേണ്ടേ? അപ്പം നമ്മൾ മനസ്സിലാക്കാതെ ഇലക്ട്രോണിക്സിൽ പോയാലും നമുക്ക് വീട്ടിൽ വേണ്ട AI വന്നാൽ ആ സ്വിച്ചോ അല്ലെങ്കിൽ ആ സംഗതിയോ അല്ലെങ്കിൽ നമുക്കിപ്പം മൊബൈലിൽ പാട്ട് കേൾക്കാൻ പറ്റുമെങ്കിലും ഒരു TV സ്ക്രീനിലോ അല്ലെ LED സ്ക്രീനിലോ അല്ലെങ്കിൽ വേണ്ട ഒരു വോളിൽ തന്നെ കാണേണ്ട അതിനും വേണം ഒരു സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു മെക്കാനിസം. ഇതൊരു ഫെസിലിറ്റേഷനും ഓട്ടോമേഷനും അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാകും. ഇപ്പോൾ റോബോട്ടിക്കോ കാര്യങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ടാകും. എന്നോർത്ത് നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ ഒന്നും മാറ്റി വെക്കാൻ പറ്റില്ല. എങ്ങനെ പറ്റും? എന്താണ് നമ്മുടെ ഒരു ആവശ്യം? നമുക്ക് വെള്ളം വേണം. ഈ വെള്ളം വേണ്ടത് നമ്മുടെ വീട്ടിലെത്തണ്ടേ? വെള്ളത്തിന് വെള്ളം വേണ്ടേ? ഇലക്ട്രിസിറ്റി വേണം. ഇതിൻ്റെ ജനറേഷനിൽ ചിലപ്പോൾ ടെക്നോളജി മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഈസ് ഓഫ് മേക്കിങ് പറ്റും. ഡിസ്ട്രിബ്യൂഷൻ വേണ്ടേ? ഡിസ്ട്രിബ്യൂഷൻ വേണം. അപ്പം ഇതെല്ലാം ഇലക്ട്രിക്കലും മെക്കാനിക്കലും സിവിലും എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഉൾപ്പെടെയുള്ള കോർ ബ്രാഞ്ച് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇൻഡിസ്പെൻസിബിളാണ്. എക്കാലം ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അതില്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല. പിന്നെ അതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ഒരു അഡ്വൈസായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, IT ഇൻഡസ്ട്രി എപ്പോഴും നല്ലതാണ്. IT മോശമാണെന്ന് പറയത്തില്ല. പക്ഷെ IT ഇൻഡസ്ട്രിയിലുള്ള ഒരാളിൻ്റെ ടാലൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ പുതിയ എല്ലാ ദിവസവും ടെക്നോളജി ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയത് ഇങ്ങനെ ഡിറൈവിങ് ആണ്. അപ്പം
ഇതിനകത്തുണ്ടാകുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ മനസ്സിലാക്കാനും അത് പഠിക്കാനും ഇമ്പ്രൂവ് ചെയ്യാനും പറ്റാത്ത ഒരുത്തൻ 23 വയസ്സിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞാൽ ചിലപ്പോൾ 35 വയസ്സിൽ അവൻ ഔട്ടായി പോകും, അപ്ഡേറ്റ് ചെയ്തില്ലേ. അതേസമയം കോർ എഞ്ചിനീയറിങ്ങിലുള്ള ഒരുത്തൻ 35 വയസ്സാകുമ്പോൾ അവൻ ശരിക്കും എക്സ്പീരിയൻസ്ഡ് ആയി വരത്തേ ഉള്ളൂ. നല്ലൊരു സിവിൽ എഞ്ചിനീയർ, നല്ലൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ, നല്ലൊരു ഇലക്ട്രിക്കലോ അല്ലെ ഇലക്ട്രോണിക്സോ ഒക്കെ എഞ്ചിനീയർ, അവൻ്റെ നല്ല സമയം 33-35 വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കാകുമ്പോൾ എല്ലാം ഒക്കെ പഠിച്ച് മനസ്സിലായി പ്രായോഗികമായിട്ട് പഠിച്ച് ഇമ്പ്രൂവ് ചെയ്തു. പക്ഷേ ഇനിഷ്യലി IT കാരന് ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. ആ കിട്ടും. പക്ഷേ ആ ബെനിഫിറ്റ് വളരെ ചെറിയ ഗ്രോത്തേ ഉണ്ടാവത്തുള്ളൂ. അത് സസ്റ്റെയിൻ ചെയ്തു പോകാൻ അതുപോലുള്ള ആൾക്കാർക്കേ പറ്റത്തുള്ളൂ, അല്ലാത്തവർ പുറകോട്ട് പോകും. അപ്പം കോർ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരുത്തൻ 40 വയസ്സും 45 വയസ്സും 50 വയസ്സും ഒക്കെ അവൻ്റെ ഗ്രോത്ത് ആയിരിക്കും. അവൻ പ്രോജക്റ്റ് മാനേജർമാരോ അല്ലെങ്കിൽ ഡയറക്ടർമാരോ ജനറൽ മാനേജർമാരോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ ഒക്കെ ആയിട്ട് അവർ മാറിപ്പോകും. അവർക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റിയാണ്. അവർക്ക് അവരെ ആർക്കും മാറ്റാം. അവരുണ്ടാക്കിയെടുക്കുന്ന നോളജ് ഓരോ ദിവസവും പ്രാക്ടിക്കൽ നോളജ് അത് കൂടിക്കൊണ്ടിരിക്കും. മറ്റേടത്ത് കുഴപ്പമെന്നാ വെച്ചാൽ ടെക്നോളജി മാറുമ്പം ഇവൻ അതിനനുസരിച്ച് കോപ്പപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവൻ വെളിയിൽ പോകും. ഇത് വലിയ വ്യത്യാസമാണ്. ഈ പൈലറ്റുമാരുടെ ഒരു ചെറിയൊരു കാര്യം ഇതിന് മുമ്പത്തെ പോഡ്കാസ്റ്റിൽ ക്യാപ്റ്റൻ പറഞ്ഞിരുന്നു. ഓരോ 6 മാസം കഴിയുമ്പോഴും അവർക്കൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് സക്സസ് ആയാൽ മാത്രമേ അവർക്ക് പിന്നീട് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവർക്ക് ഓരോ 6 മാസം കൂടുമ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. അതുപോലും പ്രാക്ടിക്കലാണ്, മനസ്സിലല്ലേ? മറ്റേത് പ്രാക്ടിക്കൽ അല്ല, അതൊരു അതിന്റെ വളരെ സിമ്പിളായി പറഞ്ഞാൽ അപ്ഡേറ്റഡ് ആവാത്ത ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. അതൊന്ന്. അവിടെ മറ്റേത് അവരുടെ പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ പാർട്ടമായിട്ട് അപ്ഗ്രേഡ് ചെയ്യും, പഠിച്ചുകൊണ്ടേ ഇരിക്കണം. പക്ഷെ ഇവിടെ എന്നാ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇവനെ ആരും പുഷ് ചെയ്യാൻ അങ്ങനെ ഒരു അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ പുഷ് ചെയ്യുന്നില്ല, അവൻ സ്വയമായിട്ട് പുഷ് ചെയ്യുന്നതാണ്. പഠിച്ചുകൊണ്ടിരുന്ന ടെക്നോളജിയെ മാറ്റേണ്ടി വരും. ഇപ്പൊ CD ഇപ്പൊ ഇല്ല. അപ്പൊ അത് അതൊന്നും അല്ല ഇപ്പോഴത്തെ കമ്പാരിസൺ, മനസ്സിലല്ലേ? ഇപ്പോഴത്തെ കമ്പാരിസൺ അതിന്റെ ഒക്കെ വളരെ വളരെ അഡ്വാൻസ്ഡാണ്. അപ്പം ഇവൻ പഠിക്കുന്നില്ലെങ്കിൽ, അവൻ സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കുന്നില്ലെങ്കിൽ, അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും പഠിക്കുന്നില്ലെങ്കിൽ അവൻ ചിലപ്പോൾ നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് അവൻ ഔട്ടായി പോകും. കോഡ് ചെയ്യുന്ന ഒരുത്തൻ പണ്ടിരുന്ന് ചെയ്യുന്ന പോലെ കോഡ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം. ഇല്ല, പ്രോംപ്റ്റ് ചെയ്താൽ. അപ്പം ആ പ്രോംപ്റ്റ് ചെയ്യാൻ പഠിക്കണം. മനസ്സിലല്ലേ? അപ്പം അത് പ്രോംപ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രം കിട്ടുന്ന സാധനം വെച്ചുകൊണ്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ വേറെ വല്ലതും ആയി പോകും. അതിൻ്റെ കൂടെ ഇത് രണ്ടും വേണം. അപ്പം ഞാൻ പറഞ്ഞത് ഈ കോർ എഞ്ചിനീയറിങ് എവർ ലാസ്റ്റിംഗ് ആണ്. അത് പിള്ളേർക്ക് പഠിക്കാം. ഇപ്പം BBA BCA പോലുള്ള കോഴ്സുകൾ BBA ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ MBAക്ക് പോകാം. മാർക്കറ്റിങ്ങോ ഫിനാൻസോ ബിസിനസ്സോ എല്ലാം BBAക്കകത്ത് തന്നെ കൊമേഴ്സ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഡിഫറെൻറ്റ് ഏരിയാസ് ഉണ്ട്. അത് ഞാൻ മുമ്പേ പറഞ്ഞാൽ BCom ഒക്കെ ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യലൈസ് ചെയ്ത് പോകേണ്ട കാലം കഴിഞ്ഞു, മനസ്സിലല്ല? അതൊന്നും ചെയ്യുന്നില്ല. അപ്പം BComനും ചാൻസ് ഉണ്ട്, BBAക്ക് ചാൻസ് ഉണ്ട്, BCAക്ക് ചാൻസ് ഉണ്ട്, എഞ്ചിനീയറിങ്ങിനുണ്ട്. മറ്റ് സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്ക് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പഠിക്കാൻ. ഇപ്പം നമ്മുടെ പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ കുട്ടികളോട് ഇപ്പം പറയുന്നത് കോർ എഞ്ചിനീയറിങ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഇവർ പെട്ടെന്ന് ചിന്തിക്കുമ്പം ഈ AC റൂമിലിരുന്ന് ജോലി ചെയ്യുന്നതിൻ്റെ IT കമ്പനികളിലെ സുഖം മാത്രം ഇപ്പം ചിന്തിക്കും. മറ്റേത് ചിലപ്പം അല്ലാത്ത ഫ്ലോറുകളിൽ പോകണം, അല്ലാത്ത പിന്നെ വെളിയിൽ പോയി ജോലി. അത് ലൈഫിന് പ്രൊഫഷനും വെയിൽ കൊള്ളുന്നതും ഒന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഗ്രോത്ത് ഗ്രാജുവലാണ്, മനസ്സിലല്ലേ? അതുണ്ടാകും, അത് അവരുടെ ലൈഫിന് ഗുണമുള്ള കാര്യമാണ്. അത് കുട്ടികൾ അങ്ങനെ മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം.